ഹലോ, ഗുഡ് ഈവനിങ്. മൈ നെയിം ഈസ് തെരേസ ആൻ്റണി. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് MSc കെമിസ്ട്രി പ്രോഗ്രാമിലാണ്. ഞാൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നത് ആക്ച്വലി ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ലേൺ വൈസിൻ്റെ ഒരു ആഡ് കണ്ടത്. അപ്പോൾ അതുവഴിയാണ് ലേൺ വൈസിനെ പറ്റി അറിഞ്ഞത്. വേറെ ഒരു തേർഡ് പേഴ്സൺ വഴിയല്ല, ഡയറക്റ്റായിട്ട് ലേൺ വൈസിൻ്റെ ആഡ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിനെ പറ്റി അറിയുന്നത്. പിന്നീട് അതിൻ്റെ അകത്ത് കുറേ സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണീസ് കണ്ടു, യൂട്യൂബിൽ കണ്ടു. അപ്പോൾ എല്ലാവരും ഒരേപോലെ ലേൺ വൈസിനെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ അകത്ത് ആസ് എ മെമ്പർ, ആസ് എ സ്റ്റുഡൻറ്റ് ഇയർ എനിക്കും മനസ്സിലായത് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലേൺ വൈസ്. പിന്നീട് ഇതേപോലെ ഇഗ്നുവിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ മെൻറ്ററിങ്ങോട് കൂടിയും ഒത്തിരി ക്ലാസ്സുകളൊക്കെ തന്ന് പഠിപ്പിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ട്രസ്റ്റ് ചെയ്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തത്. അതിപ്പോഴും ഹാപ്പി ആയിട്ട്, ആ ഒരു ഡിസിഷനിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നീട് എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ കൊല്ലത്തുള്ള സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1+2 ചെയ്തു. അതിനുശേഷം ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, കൊല്ലത്തുള്ള കോളേജിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കെമിസ്ട്രിക്ക് അപ്ലൈ ചെയ്ത് കെമിസ്ട്രിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. 3 വർഷവും ഹാപ്പി ആയിട്ട് അവിടെ പഠിച്ചു. അതിനുശേഷം ഒത്തിരി ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടുമാണ് ഞാൻ PGക്ക് അപ്ലൈ ചെയ്തത്. ദേവകൃപയാൽ അന്ന് നല്ല അത്യാവശ്യം മാർക്കുള്ളതുകൊണ്ട് 2 കോളേജസിൽ എനിക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടിയായിരുന്നു. അപ്പം ഒരെണ്ണം ഓട്ടോണോമസ് ആയിട്ടുള്ള എൻ്റെ കോളേജിലും കിട്ടി. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള വേറൊരു കോളേജിലും കിട്ടി. അങ്ങനെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വരണം, അപ്പം പോയി വരുന്നതിനും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ച് ഞാൻ ഫാത്തിമയിൽ തന്നെ ജോയിൻ ചെയ്തു. 1 വർഷം ഞാൻ PG അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും എക്സാംസ് എഴുതി. പേഴ്സണലി വലിയൊരു പ്രശ്നം വന്നതുകൊണ്ട് എനിക്കത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം അതിൻ്റെ ഒരു റിഗ്രറ്റ് ഭയങ്കരമായിട്ട് ലൈഫിൽ 21 ഞാൻ ഇറങ്ങിയ ശേഷം ഈ 25 എത്തി നിൽക്കുന്നവരെയും എനിക്കുണ്ടായിരുന്നു. ആ ഒരു റിഗ്രറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഏതെങ്കിലും PG വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ് ഞാൻ ആക്ച്വലി ലേൺ വൈസിൽ നോക്കിയത്. അപ്പം എനിക്കങ്ങനെ ഏതെങ്കിലും PG എടുക്കണമെന്ന് ആഗ്രഹവും ഇല്ലായിരുന്നു. എന്നാലും വീട്ടിലിങ്ങനെ ഫോഴ്സ് ചെയ്തതുകൊണ്ട് ലേൺ വൈസിൽ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നോക്കിയത്. പക്ഷേ അപ്പോഴാണ് നോക്കി വന്നപ്പോഴാണ് MSc കെമിസ്ട്രി ഇതേപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇപ്പം ഒത്തിരി ഹാപ്പിയാണ് ഈ ഡിസിഷനിൽ. പിന്നെ ഇപ്പോൾ മൗണ്ട് കാർമൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ 21 PG ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 23rd ഞാൻ 2023 ഞാൻ ബി എഡിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം പഠിച്ചിറങ്ങി കഴിഞ്ഞ ഉടനെ ദൈവം സഹായിച്ചൊരു സ്കൂളിൽ കിട്ടി. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതിനെപ്പറ്റി അറിയുന്നതും ഇതിനകത്ത് ജോയിൻ ചെയ്തതും എല്ലാം. പഠിക്കാനായിട്ട് എനിക്ക് എല്ലാ ദിവസവും സമയമൊന്നും കിട്ടാറില്ല. ഒത്തിരി കാര്യങ്ങൾ കാരണം, സ്കൂളിലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാരണം പല ദിവസങ്ങളിലും ഓട്ടമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ക്ലാസ്സുകളിങ്ങനെ കണ്ടുവരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇല്ലാതിരുന്ന ഒരു സബ്ജക്റ്റ് ഇതിലേക്ക് വന്ന് അത് ഒന്നും കൂടെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി
ബ്ലെസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിലാണ് ഏറ്റവും ഹാപ്പി. ഇവിടുത്തെ മെൻറ്റേഴ്സ് ആണെങ്കിലും ഷഫ്ന മാം ആണെങ്കിലും മാധവി മാം ആണെങ്കിലും ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും വിളിച്ച് നല്ല സ്നേഹത്തോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും. നമ്മൾ ഒത്തിരി തിരക്കിലാണ്, അപ്പം ആ ഒരു അവസ്ഥ മനസ്സിലാക്കി ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും ചെയ്യും, മോട്ടിവേഷനും തരും. മാധവി മാം ഒത്തിരി ആദ്യ ടൈമിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നീട് ഷഫ്ന മാമും അതുപോലെ തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിൽ ഒത്തിരി ഹാപ്പിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ലേൺ വൈസ് അതിലും ഉപരിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലേൺ വൈസിൻ്റെ ടീമും ഞാൻ ഈ ഇതിൽ ജോയിൻ ചെയ്തതിൽ ഒത്തിരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.